ബഹുമാന്യരായ ബംഗാളി നാട്ടുകാരെ, ഫിലിപ്പീനീസ് ശ്രോതാക്കളെ, ചൈനീസ് കുട്ടികളെ, സോമാലി പിള്ളരെ, പട്ടാണി കുരുത്തം കെട്ട മക്കളെ, ഇമാറാത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ കുബൂസാണ് മക്കളെ, മറക്കല്ലി പോലുള്ള കോടിയാണ് മക്കളെ. വെള്ളമാണെങ്കിൽ കാശ് കൊടുക്കണം, വെള്ളത്തിനാണെങ്കിൽ തീ പിടിച്ചു വല്ലാം, വെള്ളയാണെങ്കിൽ ഏത് നിമിഷവും പൊളിഞ്ഞ് തലയിൽ വീഴാനുള്ള അവസ്ഥയാണ്. കക്കൂസിലാണെങ്കിൽ പോലും സ്വസ്ഥതയോടെ തൂറാൻ കഴിയില്ല കേട്ടോ. ഏതെങ്കിലും നായിന്റെ മോൻ വന്ന് പുറത്തുനിന്ന് വിട്ടും ഉള്ളിലോന് നേരെ തൂറാൻ കഴിയില്ല. എ സി ഇല്ലാണ്ട് ഉറങ്ങൂല അവൻ. എ സി പൊളിഞ്ഞു പോയാൽ അവൻ ഉറക്കം വരില്ല. ഇതുപോലുള്ള അവസ്ഥയാണ് ഇമാറാത്തിന്റെ ജീവിതം. മൂട്ടയെന്ന് പറഞ്ഞാൽ കാസർഗോഡിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പന്ത്രക്കുട്ടി മൂട്ടയാണ് കേട്ടോ. പകൽ മുഴുവനും പണിയെടുത്ത് രാത്രി നേരങ്ങളിൽ വിശ്രമിക്കാനെത്തും തൊഴിലാളികൾ ചോര കുടിച്ചു മനതാ വീർക്കുകയാണ്. തെരയുമ്പോഴും മറിയുമ്പോഴും അത് പൊട്ടുകയാണ്. പുറപ്പിലും പിരിപ്പിലും മുഴുവൻ ചോരയാവുകയാണ്. കുബൂസിന്റെ ചോര, കോഴിയുടെ ചോര, പരിപ്പ് കറിയുടെ ചോര. പരിപ്പ് കറി വെച്ചാൽ ചട്ടിക്കേരി ഒട്ടിക്കണം പരിപ്പ് കറിയൊന്ന്. മാത്രമല്ല എല്ലാ ദിവസവും പച്ചക്കറി കൊണ്ടൊരു കറി വെക്കാറുണ്ട് മോനെ. ആ കറിയുടെ പേരാണ് മോനെ ജയിൽ കറി. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ, ഇമാറാത്തിൽ അലക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. കാരണം ബക്കറ്റ് മുഴുവനും കുതിർത്തി വെച്ചിരിക്കുകയാണ്. ഓരോ ബക്കറ്റിലും ഓരോരുത്തന്റെ ബോണാസണ്ടി, അല്ലെങ്കിൽ അവന്റെ ഫാന്റ്, അല്ലെങ്കിൽ മറ്റവന്റെ ഷർട്ട്. ബക്കറ്റിന് പോലും തിരക്കാണ് മക്കളെ. ഒരു പഴയ വില്ലയാണ് കേട്ടാ. ആ വില്ലയുടെ മുകളിൽ കുറെ സുഡാനികളാണ്. താഴെയാണെങ്കിലോ പട്ടാണികളും മലബാസികളും. ഏത് നിമിഷവും പൊളിഞ്ഞ് തലയിൽ വീടാവുന്ന അവസ്ഥ. ഞാനൊരു കഥ പറയുകയാണ്. ഞാനും എന്റെ കൂട്ടുകാരനും ആ വില്ലയുടെ അവസ്ഥ കണ്ട് അതിൽ കിടന്നുറങ്ങുന്നത് പേടിച്ചുകൊണ്ട്. മരത്തിനടിയിൽ കിടന്നാലെന്താ, വില്ല പൊളിഞ്ഞാലും നമ്മൾ പൊടിയൂല മക്കളെ. എപ്പോഴാ വില്ല പൊളിയാന്ന് പറയാൻ പറ്റില്ലേ. കാഞ്ഞങ്ങാടിന്റെ തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് കുറെ ചെറുപ്പക്കാർ ഗ്രോഫിയിലേക്ക് സൈക്കിൾ ചവിട്ടാൻ വന്നു കേട്ടാ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലുരുകയാണ്, നീളത്തിൽ ചവിട്ടുമ്പോൾ വട്ടത്തിലുരുകയാണ്. അങ്ങനെ ഒരു സമോനയ്ക്ക് വിളിക്കും, ഒരു ബോസിനെ വിളിക്കും, 2 വെബ്സിക്ക് വിളിക്കും, അക്കാന്റെ വെള്ളത്തിന് വിളിക്കുന്നു. ഏതെങ്കിലും നായിന്റെ മോനതാ ഗ്യാസിന്റെ ഉറ്റിക്ക് വിളിക്കുന്നു. ഇച്ചിരി വൈകിപ്പോയാൽ ഷുവാദാ മസ്കറ. കുറച്ച് നേരത്തെ എത്തിയാൽ ഇന്തമാം. എന്താണ് കാലത്തിന്റെ ബുക്കുകൾ? എവിടെയാണ് ഇമാറാത്ത് പോകുന്നത്? എങ്ങോട്ടാണ് ഇമാറാത്ത് ഒഴുകുന്നത്? ഇവിടെയുള്ള ജനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ എത്തിയിരുന്നെങ്കിൽ മുഖത്ത് തൂറിയിടമായിരുന്നു കേട്ടാ. നാട്ടിലാണെങ്കിൽ ജനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കന്തൂറ എന്ന് പറഞ്ഞാൽ കന്തൂറയാണത്രേ. ഇവർക്ക് കിട്ടിയാൽ ഇവർ കന്തൂറയാക്കും, മാക്സ് കിട്ടിയാൽ ഇവർ കന്തൂറയാക്കും, എന്ത് കിട്ടിയാലും ഇവർ കന്തൂറയാക്കും കേട്ടാ. ഇതിങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? പണ്ടത്തെ അറിവുകൾ തടിയിടാത്ത തുണിയിട്ടാത്ത ഇവർ കന്തൂറയിടാറ്. ആ പാരമ്പര്യം ഇവരും തുടരുകയാണ്. സടിയിടാത്ത മക്കളാണ് കേട്ടാ. സടിയിടാത്തെയാണ് ഇവർ തുണിയിടുന്നത്, തടിയിടാതെയാണ് ഇവർ കന്തൂറിടുന്നത്. ഇവരുടെ കയ്യിൽ കുറെ പൈസയുണ്ട്, പട്ടക്കാറുകളുണ്ട്, പടക്കണ്ണാണ്ടിരിക്കും കാറുകളുണ്ട്, കുറെ ഫിലിപ്പീൻ പെണ്ണുങ്ങളുണ്ട്, ഇന്തോനേഷ്യ പെണ്ണുങ്ങളുണ്ട്. ഇവരുടെ സ്വർഗമാണ് മക്കളെ. ഇന്ത്യക്കാരെയും ബംഗാളികളെയും പട്ടാണികളെയും സോമാലികളെയും സുഡാനികളെയും കൊണ്ടുവന്ന് ഇവർ കഷ്ടപ്പെടുത്തുകയാണ്. ഇതിലെ ഓരോരോ നായിന്റെ മോനെ നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ മുഖം ഞാൻ കക്കൂസ് ആക്കിയതല്ലേ. അത്രയ്ക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് പറയാ. ഇവനേക്ക് എന്താ ചെയ്യണ്ടെന്നറിയാമോ? കുനിച്ച് നിർത്തി ഒലക്ക കയറ്റണം കേട്ടോ. വണ്ടി ഒന്ന് നിർത്തുക.
കേട്ടിട്ടുണ്ടാവില്ല അത് കേൾക്കാനും അത് പറയാൻ Wow.